ഹായ്, നമുക്കിന്നൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമയാണ് ഇത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനും പിന്നെ ബാക്കി മസാലയെല്ലാം കണ്ടോളം ഇട്ട് കൊടുക്കുന്നത്. പാൻ വെച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഓയിൽ വെച്ച് കുറച്ച് കറുവാപ്പട്ട, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു 5-6 ഗ്രാമ്പു എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണേ. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ച ചുവ മാറണേ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി എല്ലാം ഒന്നിച്ച് വഴറ്റിയെടുക്കുക. ഇതിൽ നമ്മൾ തീരെ മുളക് പൊടി ചേർക്കുന്നില്ലേ, എരിവിനാവശ്യമായി പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ തക്കാളി ആണെങ്കിൽ കൂടുതൽ വേണ്ട, ഒറ്റൊരു തക്കാളി മതി. ഇതിനധികം പുളിയോ തൈരോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. പിന്നെ ഇത് തേങ്ങാപ്പാലിൽ മാത്രമല്ല, അണ്ടിപ്പരിപ്പോ ബദാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുതിർത്ത് നന്നായി അരച്ചെടുത്തിട്ട് ഇതിൽ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക്. നമ്മുടെ അടുത്ത് ഇപ്പോൾ തൽക്കാലം അണ്ടിപ്പരിപ്പ് ബദാമൊന്നും ഇല്ലാത്തത് കൊണ്ട് തേങ്ങാപ്പാലിട്ടതാണ്. അങ്ങനെ ഉള്ളിയെല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വീണ്ടും വഴറ്റി മൂപ്പിച്ചെടുക്കണേ. എല്ലാത്തിൻ്റെ പച്ചമണം എന്തായാലും മാറണം. അതാണ് ഈ കറിൻ്റെ ഏറ്റവും ടേസ്റ്റ്. ഇതാകുമ്പോൾ കുട്ടികൾക്കും എല്ലാം കഴിക്കാൻ പറ്റും, തീരെ എരിവുണ്ടാവില്ലല്ലോ. ഇത് നെയ്ച്ചോറിൻ്റെയും പത്തിരിൻ്റെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുത്തത്. വേറെ ഒരു മസാലയും വേണ്ട, കാരണം ഇതിൽ നമ്മൾ ഓൾറെഡി മസാല എല്ലാം ചേർത്തതാണ്. ഒരു പൊടികളും വേണ്ട. പൊടി ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ കളറ് മാറ്റം വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു പകുതി കുക്കാവുന്നത് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കണേ. അതിന് ശേഷം നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കും, തേങ്ങാപ്പാൽ. ഒരു തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. ഒറ്റൊരു തക്കാളി മതിയാകും. ഇതിന് പുളിയുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് തൈരോ പുളിയോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തണേ, എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളെ ചിക്കൻ പകുതി വന്നിരിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് കുറച്ച് വേവിച്ചെടുക്കുക. അധികം ഉടഞ്ഞു പോകാതെ നോക്കണേ. പിന്നെ നമ്മൾ 2ാം പാലാണ് വെച്ചു. തേങ്ങയുടെ 2ാം പാൽ ആദ്യം ചേർത്ത് കൊടുത്തേ. അത് വീണ്ടും നന്നായി വെന്ത് വന്നപ്പോൾ 1ാം പാൽ കൂടി ചേർത്ത് കൊടുത്ത് 1ാം പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം കറി തിളക്കണ്ട, പെട്ടെന്ന് തീ ഓഫ് ചെയ്യുക. ഇനി കുറച്ച് കറി കട്ടി വേണമെങ്കിൽ ആ 1ാം പാലിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചാൽ മതി. കറി നന്നായി കുറുകി വരും, നല്ല ടേസ്റ്റും ഉണ്ടാവും. കുറച്ചേ ചേർത്തുണ്ട് കോൺഫ്ലോർ. ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. നാളെ മറ്റൊരു